ആ പെട്ടിയൊക്കെ ഇറക്കി ഒന്ന് അകത്തേക്ക് വെച്ചേക്ക്. യാത്രയൊക്കെ സുഖമായിരുന്നു വിഷ്ണു? എന്റെ വരവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ രഹസ്യമാക്കി വെച്ചിട്ടും ഓഫീസിൽ നിന്ന് സ്വീകരിക്കാൻ സ്റ്റാഫ് എത്തിയിരുന്നു. നല്ല ഹാരം. ഇത് എവിടുന്ന് വാങ്ങിച്ചതാ? ആഫ്രിക്കയിൽ നിന്ന്. ആഹാ, നോണ അത് നോണ. വലതുകാലം വെച്ച് ഐശ്വര്യമായിട്ട് അകത്തേക്ക് എടുക്കുന്നു. വിഷ്ണു, ഇതാണ് ഡ്രോയിങ് റൂം, സ്വീകരണ മുറി. വരുന്ന സന്ദർശകരെ സ്വീകരിച്ച് ഇവിടെയോ അവിടെയോ ഇരുത്താം. ഞാൻ വിചാരിച്ചു കിച്ചണിലായിരിക്കും ഇരുത്തേണ്ടതെന്ന്. എന്തു അളിയത്, ഞാൻ വല്ല കൊച്ചു കുട്ടിയോ മറ്റാണോ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ? അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയാ വിട്ടുതരേ പറയൂ. പാർവതി, നീ വെള്ളത്തിലെടുക്കല്ലേ? നമുക്ക് ഡ്രോയിങ് റൂമിന്റെ മൊത്തം അറേഞ്ച്മെന്റ്സ് ഒന്ന് മാറ്റണം. അതൊക്കെ സോഫ സെറ്റ് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് വരൂ. ഇതാണ് ബെഡ്റൂം, കിടപ്പ് മുറി എന്ന് പറയും. രാത്രി ഇവിടെയാണ് കിടക്കുന്നത്. അറേഞ്ച്മെന്റ്സ് ഒന്നും ശരിയല്ല. ഈ കട്ടിൽ ഇപ്പുറത്തേക്ക് മാറ്റണം. AC കിട്ടണ്ടേ? ഈ ടേബിൾ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് അപ്പുറത്തെ ഡ്രസ്സിംഗ് ടേബിൾ ഇങ്ങോട്ട് മാറ്റി. എന്താ വേണ്ടെന്ന് വെച്ചാ നീ തന്നെ ചെയ്തോ. വിഷ്ണു, ഈ ജനാലയൊക്കെ തുറന്നിട്ട് എയർ കണ്ടീഷണർ ഇട്ട് കിടന്ന നല്ല കാറ്റ് കിട്ടും. മണ്ടത്തരം പറയാതെടി. ഈ വിവരക്കേടിന് എനിക്ക് വേണ്ടി ഇവളൊരു ക്ഷമിക്കളിയാ. പോട്ടെ. എടേ, ഈ ജനാല തുറന്നിട്ടിട്ടാണോ എയർ കണ്ടീഷൻ ഓൺ ചെയ്യുന്നത്? അവൻ തണുത്ത് മരവിച്ചു പോത്തില്ലോടി. അയ്യോ, എന്തുവാടി ഇത്? വിഷ്ണുവേ, വിഷ്ണു. ഓ, എത്ര നാൾ കൂടിയിട്ടാണ് ഇത്ര രുചിയോടെ ഭക്ഷണം കഴിക്കുന്നത്. എന്റെ ചേച്ചിയുടെ കൈപ്പുണ്യം സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് എത്ര നാൾ കഴിയാന്നാ? വിഷ്ണു, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഈ ഹോട്ടൽ ഭക്ഷണം അധികം കഴിച്ചാൽ ആമാശയത്തിലെ വാൾവുകൾ ബ്ലോക്കായി ചെറുകുടലിൽ അമ്ലങ്ങൾ കെട്ടിക്കിടന്ന് അൾസർ, ക്യാൻസർ, നോക്കി ചിക്കൻ ഇങ്ങോട്ട് വിളമ്പിയേ. അതുകൊണ്ടാണ് എത്രയും വേഗം നീ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. ഭാര്യ വെച്ചു വിളമ്പി തരുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് മറ്റൊന്നിനും കിട്ടില്ലല്ലേ പാറുകുട്ടി? ആ ബ്രോക്കർ കേശവൻകുട്ടി 3-4 നല്ല ആലോചനകളായിട്ട് പുറകെ നടക്കുക. നീ വന്നിട്ട് നോക്കാന്നാ ഞങ്ങള് പറഞ്ഞിരിക്കണേ. നമ്മുടെ പൂവള്ളിയിലെ നന്ദന്റെ കല്യാണമാണ് ഗുരുവായൂർ വെച്ച്. നിന്നേക്കാൾ 5-6 വയസ്സിന് എളുപ്പം അവൻ. ഈ കല്യാണവും പ്രായവും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ല ഉറുപ്പേട്ടാ. നീ എന്ത് വാടേ ഈ പറയുന്നത്? ഞാൻ കല്യാണം കഴിക്കാതെ സന്യസിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഭാര്യയായി വരുന്ന കുട്ടിയെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു കുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഓഹോ, ഇപ്പോഴും നീ നിന്റെ 7 കണ്ടീഷൻസ് മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണോ? എന്റെ വിഷ്ണു, നീ ഈ പറയുന്ന എല്ലാ യോഗ്യതകളും ഒത്തിണങ്ങി ഒരു കുട്ടിയെ കെട്ടാൻ ബുദ്ധിമുട്ടാ. ചേച്ചി, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവൂ. അല്പം വൈകിയാലും ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പെൺകുട്ടിയെ എനിക്ക് കിട്ടാതിരിക്കില്ല. പെട്രോൾ വില കയറുന്ന പോലെ വയസ്സങ്ങ് കയറിപ്പോ അവസാനം മൂത്ത് നരച്ച് പല്ലും പൊഴിഞ്ഞ് കണ്ടീഷനെ കെട്ടിപ്പിടിച്ചോണ്ട് ഇറത്തി ചാരസരെ കിടക്കേണ്ടി വരും. നീ ഓർത്തോ?